അവിശ്വാസം എന്ന പാപം. ചാൾസ് സ്പർജൻ 1855 ജാനുവരി 14 ചെയ്ത പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ. 2 രാജാക്കന്മാർ 7:19. യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്നുത്തരം പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല. ഒരു ജ്ഞാനി ഒരു മുഴുവൻ നഗരത്തെയും രക്ഷപ്പെടുത്താം. ഒരു നല്ല മനുഷ്യൻ ആയിരക്കണക്കിന് ആളുകൾക്ക് രക്ഷയുടെ കാരണമായി മാറാം. വിശുദ്ധന്മാർ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാരുടെ സംരക്ഷണവും അതിൽപ്പെടുന്നു. ദൈവഭക്തർ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മനുഷ്യവംശം പൂർണ്ണമായും നശിച്ചുപോകും. ശമരിയ പട്ടണത്തിൽ ഒരു നീതിമാൻ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ദാസനായ ഏലീശ. ദൈവഭക്തി രാജധാനിയിൽ പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. രാജാവ് ഏറ്റവും ഭയങ്കരനായ പാപിയായിരുന്നു. അവൻ്റെ അകൃത്യങ്ങൾ ഘോരവും കുപ്രസിദ്ധവുമായിരുന്നു. യഹോരാം തൻ്റെ പിതാവായ ആഹാബിൻ്റെ വഴികളിൽ നടന്നു. തനിക്കായി അന്യദേവന്മാരെ നിർമ്മിച്ചു. ശമര്യയിലെ ജനങ്ങളും തങ്ങളുടെ രാജാവിനെ പോലെ യഹോവയെ ഉപേക്ഷിച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞു. അവർ യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന യാക്കോബിൻ്റെ അടയാളവാക്യം ഓർത്തില്ല. എന്നാൽ അവർ പാപകരമായ വിഗ്രഹാരാധനയാൽ അന്യജാതികളുടെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കുമ്പിട്ടു. അതിനാൽ സൈന്യങ്ങളുടെ ദൈവം ഏബാൽ പർവ്വതത്തിൽ പറഞ്ഞ ശാപം ശമര്യയുടെ തെരുവീഥികളിൽ നിവൃത്തിയാകപ്പെടുവോളം അവരുടെ ശത്രുക്കളുടെ കൈയാൽ അവരെ പീഡിപ്പിക്കാൻ അനുവദിച്ചു. തൻ്റെ ഉള്ളങ്കാൽ നിലത്തു വയ്ക്കുവാൻ മടിക്കുന്ന സുഖഭോഗിനിയും മാർദ്ദവമേനിയുമുള്ള കോമളാങ്കി കടുത്ത വിശപ്പ് നിമിത്തം സ്വന്തം മക്കളെ തന്നെ ഭക്ഷിക്കും. ഈ ഭയാനകമായ മഹാവൈഷമ്യത്തിൽ ഒരൊറ്റ വിശുദ്ധൻ രക്ഷയുടെ കാരണമായി. ഒരു തരി ഉപ്പ് മുഴുവൻ നഗരത്തെയും സംരക്ഷിച്ചു. ഒരു ദൈവത്തിൻ്റെ സേനാനി ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട മുഴുവൻ ജനസമൂഹത്തിൻ്റെയും മോചനത്തിനായുള്ള ഉപാധിയായി. ഏലീശയുടെ കാരണത്താൽ എത്ര വില കൊടുത്താലും ലഭിക്കാത്ത ആഹാരം നാളെ ഏറ്റവും വില കുറഞ്ഞ നിരക്കിൽ ശമര്യയുടെ വാതിലുകളിൽ തന്നെ ലഭ്യമാകുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. ദർശകൻ ഈ പ്രവചനം ആദ്യമായി ഉച്ചരിച്ചപ്പോൾ ജനസമൂഹത്തിൻ്റെ സന്തോഷം നമുക്ക് ചിത്രീകരിച്ചു നോക്കാം. അവൻ യഹോവയുടെ പ്രവാചകനാണെന്ന് അവർക്കറിയാം. അവന് ദൈവിക അധികാരമുണ്ടായിരുന്നു. അവൻ്റെ മുൻകാല പ്രവചനങ്ങൾ എല്ലാം നിറവേറ്റപ്പെട്ടിരുന്നു. അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും യഹോവയുടെ സന്ദേശം അറിയിക്കുന്നവനാണെന്നും അവർ അറിഞ്ഞിരുന്നു. തീർച്ചയായും രാജാവിൻ്റെ കണ്ണുകൾ ആനന്ദത്തിൽ തിളങ്ങുമായിരുന്നു. മെലിഞ്ഞുണങ്ങിയ ജനസമൂഹം ക്ഷാമത്തിൽ നിന്നുള്ള പെട്ടെന്നുള്ള വിടുതലിൻ്റെ പ്രതീക്ഷയിൽ ഉല്ലാസത്തോടെ ചാടുമായിരുന്നു. നാളെ അവർ ആഹ്ലാദത്തോടെ വിളിച്ചിരിക്കും, നാളെ നമ്മുടെ വിശപ്പ് അവസാനിക്കും, നാളെ നമുക്ക് വയറു നിറയെ കഴിക്കുകയും ചെയ്യാം. എന്നിരുന്നാലും രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ തൻ്റെ അവിശ്വാസം പ്രകടിപ്പിച്ചു. പൊതുജനങ്ങളിൽ ആരും, സാധാരണക്കാരൻ പോലും അങ്ങനെ ചെയ്തതായി നാം കേട്ടില്ല. പക്ഷേ ഒരു പ്രഭു അങ്ങനെ ചെയ്തു. വിചിത്രമാണ്, ദൈവം ഈ ലോകത്തിലെ ഉത്കൃഷ്ടരായ വ്യക്തികളെ ദൈവം വിരളമായേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഉയർന്ന സ്ഥാനങ്ങളും ക്രിസ്തുവിലെ വിശ്വാസവും അപൂർവമായിട്ടാണ് പരസ്പരം സമ്മതിക്കുന്നത്. ഈ മഹാനായ വ്യക്തി പറഞ്ഞു, അസാധ്യം. പ്രവാചകനെ അധിക്ഷേപിച്ചുകൊണ്ട് അവൻ കൂട്ടിച്ചേർത്തു, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ? അവൻ്റെ പാപമെന്നത് ഏലീശയുടെ ശുശ്രൂഷയുടെ നിരന്തരമായ പ്രവൃത്തികൾ കണ്ടിട്ടും ദൈവത്തിൽ നിന്നുള്ള പ്രവാചകൻ്റെ ഉറപ്പുകൾ അവൻ അവിശ്വസിച്ചതാണ്. അവൻ തീർച്ചയായും മോവാബിൻ്റെ അതിശയകരമായ തോൽവിയെ കണ്ടിട്ടുണ്ടാകും. ശൂന്യംകാരത്തിയുടെ മകൻ്റെ പുനരുദ്ധാനത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ അവൻ അമ്പരന്നു പോയിരിക്കാം. ബെൻഹദദിൻ്റെ രഹസ്യങ്ങൾ ഏലീശ വെളിപ്പെടുത്തിയതും അവൻ്റെ കവർച്ചാ സംഘത്തെ അന്ധരാക്കിയതും അവൻ അറിഞ്ഞിട്ടുണ്ട്. ശമര്യയുടെ ഹൃദയഭാഗത്തേക്ക് ആരാം സൈന്യത്തെ വശീകരിച്ചു കൊണ്ടുവന്ന കഥ അവൻ കേട്ടിട്ടുണ്ടാകാം. തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ വിധവയുടെ എല്ലാ പാത്രങ്ങളിലും എണ്ണ നിറഞ്ഞ കഥയും അവൻ അറിഞ്ഞിരിക്കാം. രാജസദസ്സിലെ എല്ലാ വർത്തമാനങ്ങളിലും നയമാൻ്റെ രോഗശാന്തി സാധാരണ സംഭാഷണ വിഷയമായിരുന്നു. എന്നിരുന്നാലും ഈ ശേഖരിച്ച എല്ലാ തെളിവുകൾക്കും മേൽ, പ്രവാചക ദൗത്യത്തിൻ്റെ എല്ലാ ആധികാരികതയ്ക്കും മേൽ അവൻ പിന്നെയും സംശയിക്കുകയും അവമതിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, സ്വർഗം തുറന്ന കിളിവാതിൽ ആയെങ്കിൽ മാത്രമേ ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുകയുള്ളൂ എന്ന്. അതിനാൽ ദൈവം അവൻ്റെ വിധി, അനുഗ്രഹം പ്രഖ്യാപിച്ച അതേ ആളിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചു, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല. ഈശ്വര ഇച്ഛയാൽ എപ്പോഴും പ്രവചനം നിറവേറുന്നത് പോലെ, കടലാസ് അതിൻ്റെ അക്ഷരം സ്വീകരിക്കുന്നത് പോലെ ആ മനുഷ്യനെ നശിപ്പിച്ചു. ശമര്യയുടെ തെരുവുകളിൽ ചവിട്ടി മെതിക്കപ്പെട്ടു. അവൻ അതിൻ്റെ കവാടങ്ങളിൽ സമൃദ്ധിയെ കണ്ടുകൊണ്ട് മരിച്ചു, എന്നാൽ അതിൻ്റെ രുചി അറിഞ്ഞില്ല. ഒരുപക്ഷെ അവൻ്റെ രഥം അഹങ്കാരപൂർവമോ ജനങ്ങളോട് അതിശയപകരമായോ ആയിരിക്കും.
അല്ലെങ്കിൽ അവൻ അവരുടെ വ്യഗ്രതയോടുള്ള ഓട്ടം തടയാൻ ശ്രമിച്ചതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് പോലെ ഒരു യാദൃച്ഛികമായിരിക്കാം അവൻ ചവിട്ടുകൊണ്ട് മരിച്ചത്. അവൻ പ്രവചനം നിറവേറ്റപ്പെട്ടത് കണ്ടു, എന്നാൽ അതിൽ നിന്ന് ആസ്വദിക്കുവാൻ അവൻ ജീവിച്ചിരുന്നില്ല. അവൻ്റെ കാര്യത്തിൽ കാണുന്നത് വിശ്വസിക്കലായിരുന്നു, എന്നാൽ അത് ആസ്വദിക്കലായിരുന്നില്ല. ഈ രാവിലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ 2 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ആ വ്യക്തിയുടെ പാപവും അവൻ്റെ ശിക്ഷയും. ആ വ്യക്തിയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ഞാൻ പറയൂ, കാരണം സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ വിശദീകരിച്ചിരിക്കുന്നതിനാൽ അവിശ്വാസത്തിൻ്റെ പാപത്തെയും അതിൻ്റെ ശിക്ഷയെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കും. ആദ്യമായി പാപം. അവൻ്റെ പാപം അവിശ്വാസമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ സംശയിച്ചു. അവിശ്വാസം ഈ സംഭവത്തിൽ ദൈവത്തിൻ്റെ സത്യസന്ധതയിലുള്ള സംശയം അല്ലെങ്കിൽ അവൻ്റെ ശക്തിയിലുള്ള നിരാശ്രയം എന്ന രൂപമെടുത്തു. ഒന്നുകിൽ ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ ഉദ്ദേശിച്ചാണോ എന്ന് സംശയിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന് തൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ കഴിയുന്നത്ര പ്രാപ്തിയുണ്ടോ എന്ന് സംശയിച്ചു. അവിശ്വാസത്തിന് ചന്ദ്രൻ്റെ ദശയേക്കാളും ഓന്തിൻ്റെ നിറങ്ങളെക്കാളും കൂടുതൽ രൂപങ്ങളുണ്ട്. സാധാരണ ജനങ്ങൾ പിശാചിനെക്കുറിച്ച് പറയുന്നത് ഒരിക്കൽ ഒരു രൂപത്തിൽ കണ്ടു, മറ്റൊരിക്കൽ വേറൊരു രൂപത്തിൽ എന്നതാണ്. സാത്താൻ്റെ ആദ്യത്തെ മകനായ അവിശ്വാസത്തെപ്പറ്റിയും ഇത് ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അതിൻ്റെ രൂപങ്ങൾ ലഗ്യോനാണ്. ഒരു സമയത്ത് ഞാനൊരു അവിശ്വാസത്തെ ഒരു വെളിച്ചദൂതൻ്റെ വേഷത്തിൽ കാണുന്നു. അത് തന്നെ വിനയഭാവം എന്ന് വിളിക്കുന്നു. അത് പറയുന്നു, ഞാൻ ധിക്കാരിയാകാൻ മടിക്കുന്നു. ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാൻ മുതിരുന്നില്ല. ഞാൻ വളരെ വലിയ പാപിയാണ്. നാം അതിനെ വിനയമെന്ന് വിളിച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ നല്ല അവസ്ഥയ്ക്കായി ദൈവത്തോട് നന്ദി പറയുന്നു. എന്നാൽ ഞാൻ അത്തരമൊരു മിഥ്യാബോധത്തിന് ദൈവത്തോട് നന്ദി പറയുന്നില്ല. അതൊരു വെളിച്ചദൂതൻ്റെ രൂപം കൊണ്ട പിശാചാണ്. ഇത് അവിശ്വാസം തന്നെയാണ്. മറ്റു സമയങ്ങളിൽ നാം അവിശ്വാസത്തെ കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയിലുള്ള സംശയത്തിൻ്റെ രൂപത്തിലാണ്. കർത്താവ് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ എന്നെ നാളെ തള്ളിക്കളയുമോ? അവൻ ഇന്നലെ എന്നെ സഹായിച്ചു. അവൻ്റെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ ആശ്രയിക്കുന്നു. പക്ഷേ ചിലപ്പോൾ അടുത്ത കഷ്ടതയിൽ എനിക്കൊരു സഹായവും ലഭിക്കുകയില്ലായിരിക്കും. അവൻ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയോ അവൻ തൻ്റെ നിയമത്തെ കണക്കാക്കാതെ ഇരിക്കുകയോ കൃപാലുവാകുവാൻ മറക്കുകയോ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഈ വിശ്വാസമില്ലായ്മ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള സംശയത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നാം ഓരോ ദിവസവും പുതിയ പ്രതിസന്ധികളെ കാണുന്നു. നാം പ്രയാസങ്ങളുടെ ഒരു വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. നാം ചിന്തിക്കുന്നു, ഉറപ്പായും കർത്താവ് നമ്മെ വിടുവിക്കുവാൻ കഴിയില്ല. നാം നമ്മുടെ ഭാരത്തെ മാറ്റുവാൻ ശ്രമിക്കുന്നു, പക്ഷേ അതിനാകുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ ദൈവത്തിൻ്റെ ഭുജവും നമ്മുടേതുപോലെ ചെറുതാണെന്നും അവൻ്റെ ശക്തിയും മനുഷ്യബലത്തിനുള്ളതുപോലെ ചെറുതാണെന്നും വിചാരിക്കുന്നു. അവിശ്വാസത്തിൻ്റെ ഏറ്റവും ഭയാനകമായ രൂപമാണ് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് വരുന്നതിൽ നിന്ന് അകറ്റുക എന്നത്. അത് പാപിയെ ക്രിസ്തുവിന് അവനെ രക്ഷിക്കുവാനുള്ള കഴിവിനെയും അവൻ വലിയൊരു പാപിയെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നതിനെക്കുറിച്ചും സംശയിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എന്നാൽ ഇതിലെല്ലാറ്റിലും ഏറ്റവും ഭീകരമായത് വിശ്വാസഘാതകനാണ്. തൻ്റെ ശരിയായ രൂപത്തിൽ ദൈവത്തെ അവൻ ദുഷിക്കുകയും അവൻ്റെ അസ്തിത്വത്തെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യുന്നു. ഈശ്വരനിന്ദ, ദൈവവിശ്വാസമില്ലായ്മ, നാസ്തികത എന്നിവയൊക്കെ ഈ ഹാനികരമായ വൃക്ഷത്തിൻ്റെ ഫലങ്ങളാകുന്നു. അവ അവിശ്വാസമെന്ന അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ഏറ്റവും ഭീകരമായ പുറത്തേക്കുള്ള തള്ളിവരലാണ്. അവിശ്വാസം പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. മുഖംമൂടി തള്ളിപ്പറഞ്ഞ് കപടവേഷം മാറ്റിവെക്കപ്പെടുമ്പോൾ അത് അനാദരവോടെ എതിർത്ത് ആക്രോശത്തോടെ ദൈവമില്ല എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തെ പ്രയാസപ്പെട്ട് വ്യർത്ഥമായി എളുക്കുവാൻ ശ്രമിച്ച് യഹോവയ്ക്കെതിരായി തൻ്റെ കൈ ഉയർത്തി അഹങ്കാരത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തുലാസും വടിയും തട്ടിപ്പറിക്കുക, അവൻ്റെ നീതിയെ വീണ്ടും തീരുമാനിക്കുക, ദൈവത്തിന് ദൈവമായിരിക്കുക. ഇപ്പോൾ അവിശ്വാസം തീർച്ചയായും അതിൻ്റെ പരിപൂർണതയിലെത്തിയിരിക്കുന്നു. അതിനെ നിങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് കാണും. എന്തെന്നാൽ അത് ഏറ്റവും ചെറിയ അവിശ്വാസത്തിനും ഏറ്റവും വലിയതിൻ്റെ സ്വഭാവം തന്നെയാണ്. ഞാൻ അതിശയചകിതനാകുന്നു. ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. അവിശ്വാസം ഒരു പാപമാണെന്ന് വിശ്വസിക്കാത്ത ചില വിചിത്രമായ ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരെ വിചിത്രമായ ആളുകളെന്ന് ഞാൻ വിളിക്കണം. കാരണം അവരുടെ വിശ്വാസ പ്രമാണത്തിലെ വ്യവസ്ഥകൾ പൊരുത്തമുള്ളതാക്കുവാൻ വേണ്ടി മാത്രം അവർ എല്ലാ കാര്യത്തിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ അവിശ്വാസം പാപമാണ് എന്ന് അവർ നിഷേധിക്കുന്നു. ഒരു യുവാവ് സുഹൃത്തുക്കളും ശുശ്രൂഷകന്മാരും ചേർന്ന ഒരു സമൂഹത്തിലേക്ക് പോയതായി ഞാൻ ഓർക്കുന്നു. അവർക്കിടയിൽ സുവിശേഷം വിശ്വസിക്കാത്തത് മനുഷ്യരിൽ പാപമാണോ എന്ന തർക്കം നടക്കുകയായിരുന്നു. അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവൻ പറഞ്ഞു, മാന്യ വ്യക്തികളെ, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ?
നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നവരാണോ അല്ലയോ? അവർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, വേദപുസ്തകം പറയുന്നില്ലേ, അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ച് എന്നും പിന്നെ പാപികളെ നശിപ്പിക്കുന്ന പാപം അവർ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതല്ലേ? അപ്പോൾ അവർ ഇത്ര ബുദ്ധിശൂന്യതയോടെ ഇത് പ്രസ്താവിക്കുവാൻ മുതിരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു പാപി ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുക എന്നത് പാപമല്ല. ഞാൻ വിചാരിച്ചത് അവർ എത്ര വികാരങ്ങൾക്ക് അടിമപ്പെട്ടാലും അവർ സത്യം ഉയർത്തിപ്പിടിക്കുന്നതിനായി കളവ് പറയില്ല എന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സത്യം ശക്തിയുള്ള കോട്ടയാണ്. ഒരിക്കലും അതിന് തെറ്റുകൊണ്ടുള്ള താങ്ങ് നൽകേണ്ടതില്ല. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ എല്ലാ ഉപായങ്ങൾക്കും എതിരായി നിലകൊള്ളും. ഞാൻ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക എന്നത് അഭക്തനായ ഒരുവൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമല്ല എന്ന് തെളിയിക്കാൻ പറ്റിയ വാദങ്ങൾ കണ്ടെത്തുകയില്ല. കാരണം എനിക്കുറപ്പാണ്, ദൈവവചനം ഇപ്രകാരം പറയുന്നു, ന്യായവിധിക്ക് കാരണമോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെയാകുന്നു. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവവചനം അത് പ്രഖ്യാപിക്കുന്നു, അവിശ്വാസം ഒരു പാപമാണ്. യുക്തിപരമായും നിഷ്പക്ഷമായും ചിന്തിക്കുന്നവർക്ക് ഇത് തെളിയിക്കാൻ എന്തെങ്കിലും യുക്തിയുടെ ആവശ്യമില്ല. ഒരു സൃഷ്ടിയുടെ സ്വന്തം സൃഷ്ടാവിൻ്റെ വചനം സംശയിക്കുന്നത് പാപമല്ലേ? അത് ദൈവത്തോടുള്ള കുറ്റവും ധിക്കാരവുമല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അണു, ഒരു ധൂളികണം അവൻ്റെ വാക്കുകളെ നിഷേധിക്കാൻ ധൈര്യപ്പെടുമോ? ഒരു ആദാമ്യ സന്തതി തൻ്റെ മനസ്സിൽ പോലും ദൈവമേ ഞാൻ നിൻ്റെ കൃപയെ സംശയിക്കുന്നു, ദൈവമേ ഞാൻ നിൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നു, ദൈവമേ ഞാൻ നിൻ്റെ ശക്തിയെ സംശയിക്കുന്നു എന്ന് പറയുന്നത് മഹാ അഹങ്കാരവും ഗുരുതരമായ ധിക്കാരവുമല്ലേ? ഓ സഹോദരന്മാരെ, എന്നെ വിശ്വസിക്കൂ. നിങ്ങൾക്ക് എല്ലാ പാപങ്ങളെയും ഒന്നായി ചേർക്കാമോ? നിങ്ങൾക്ക് കൊലപാതകം, ദൈവദൂഷണം, കാമം, വ്യഭിചാരം, ജാരവൃത്തി, അതുപോലെ എല്ലാ ദുഷിച്ച കാര്യങ്ങളും ഒന്നാകെ ചേർത്ത് ഒരു വലിയ കറുത്ത അഴുക്കിൻ്റെ പിണ്ടമാക്കി മാറ്റാമോ? അതുപോലും അവിശ്വാസം എന്ന പാപത്തിന് തുല്യമായിരിക്കുകയില്ല. ഇതാണ് പാപങ്ങളിൽ രാജാവ്, കുറ്റബോധത്തിൻ്റെ പരമാവധി, എല്ലാ കുറ്റങ്ങളുടെയും വിഷം ചേർത്തുണ്ടാക്കിയ മിശ്രിതം, ഗോമോരയുടെ വീഞ്ഞിൻ്റെ മട്ട്. ഇതാണ് ഏവൻ പാപം, സാത്താൻ്റെ മഹത്തായ സൃഷ്ടി, പിശാചിൻ്റെ സമുന്നതമായ കൃതി.